നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം പിണറായി വിജയനെതിരെ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് ഏതെങ്കിലും അവതാരങ്ങൾ നുഴഞ്ഞു കയറിയോ എന്നതടക്കമുള്ള ഒരു പരാമർശമാണ് ബിനോയ് വിശ്വം നടത്തിയത്. ഇതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഭരണത്തിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മന്ത്രിമാർക്കിടയിൽ അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണമെന്നായിരുന്നു പിണറായിയുടെ ബിനോയ് വിശ്വത്തിനുള്ള മറുപടി. ആദ്യം ചെയ്യേണ്ടത് അതാണ്. എന്തായാലും ഇത്തരത്തിൽ അതൊരു രൂക്ഷമായിട്ടുള്ളൊരു മറുപടിയാണ് പിണറായി വിജയൻ നൽകിയിരിക്കുന്നത്. നേരത്തെ ബിനോയ് വിശ്വത്തിൻ്റെ അവതാര പ്രയോഗം പിണറായി സർക്കാരിനെതിരെ ഉള്ളതാണെന്ന വിലയിരുത്തലുകൾ, നിഗമനങ്ങളുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിനാണ് പിണറായി ഇത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത്. ഭരിക്കുമ്പോൾ അവതാരങ്ങൾ അടുത്തുകൂടാൻ നോക്കുമെന്നും അവരെ അകറ്റി നിർത്തുകയാണ് വേണ്ടതെന്നുമുള്ള പിണറായിയുടെ വർഷങ്ങൾക്ക് മുന്നേയുള്ള പ്രസംഗം മുൻനിർത്തിയാണ് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം അവതാര പ്രയോഗം നടത്തിയത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പ്രയോഗം. CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ബിനോയ് വിശ്വം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: നമ്മളെ തേടി വരും, സൂക്ഷിക്കണമെന്ന് പിണറായി പറഞ്ഞ അവതാരങ്ങൾ അടുത്തേക്ക് വന്നോ, അകത്ത് കയറിയോ, സ്വാധീനിച്ചോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ അവതാരങ്ങളെ അകറ്റിയേ തീരൂ. താൽക്കാലിക ലാഭത്തിനായി വരുന്നവരല്ല. ബന്ധുക്കൾ അവതാരങ്ങൾ നമ്മളെ റാഞ്ചിക്കൊണ്ടു പോകില്ലെന്ന് ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തണം. ന്യൂനപക്ഷങ്ങൾ നമ്മളെ ബന്ധുക്കളായി കണ്ടിരുന്നു. അവർ നമ്മുടെ കൂടെയായിരുന്നു. പാസ്റ്റ് ടെൻസിലാണ് താൻ പറയുന്നത്. എല്ലാ തിരിച്ചടികളും പാഠങ്ങൾ പഠിക്കാനുള്ളതാണ്. ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ അകലാൻ കാരണം അന്വേഷിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പുതിയ തലമുറയിലേക്ക് കനപ്പെട്ട കാര്യങ്ങൾ എത്തുന്നില്ല. SFAയും AISFും എവിടെയാണ്? യുവതലമുറയെ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയാതെ വരുന്നത് ഗൗരവകരമായ കാര്യമാണ്. CPMഉം CPIയും പരസ്പരം പടവെട്ടിയപ്പോൾ ശത്രുക്കൾ വളർന്നു. അവർ കോട്ടകൾ കീഴടക്കി. അത് കേരളം വരെ എത്തിയെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. പ്രസംഗം വലിയ തോതിൽ ചർച്ചയായതോടെ ബിനോയ് വിശ്വം പിന്നീട് വിശദീകരണവുമായി രംഗത്തെത്തി. പിണറായിയുടെ മുന്നറിയിപ്പ് ഗൗരവത്തിലുള്ളതായിരുന്നു എന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇടതുപക്ഷം ഭരണത്തിലേക്ക് വരുമ്പോൾ പറയേണ്ട വാക്കുകളാണ് പറഞ്ഞത്. ആ മുന്നറിയിപ്പ് പ്രാവർത്തികമാക്കുന്നതിൽ എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന പരിശോധന വേണമെന്നാണ് താൻ പറഞ്ഞതെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. പിണറായിയുടെ വാക്കുകളെ അന്നും ഇന്നും ഞങ്ങൾ മാനിക്കുന്നു. അവതാരം എന്ന തൊപ്പി ആർക്കെല്ലാം ചേരുമോ അവർക്കെല്ലാം അണിയാമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മറുവശത്ത് മറ്റൊരു വിവാദവും കൂടി കത്തിക്കയറുകയാണ്. പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നേർക്കുനേർ വാക്പോര്. പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ താൻ തയ്യാറല്ല. അദ്ദേഹവുമായി വ്യക്തമായ രാഷ്ട്രീയ പോരാട്ടമുണ്ട്. ഇത്തരം പ്രാദേശികമായ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകാനെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ നിലപാടും നിലനിൽപ്പുമുണ്ട്. എന്നാൽ ഇന്ത്യ എന്ന ആശയം പ്രതിരോധത്തിലാകുമ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടാകും. അത്തരം സാഹചര്യത്തിൽ DMKയോട് കൈകോർക്കാനാകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ദീർഘകാലം നിലനിൽക്കില്ല. പ്രതിപക്ഷ കൂട്ടായ്മയെ തകർക്കാൻ സർക്കാർ ആവുന്നതെല്ലാം ചെയ്യും. എന്നാൽ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സഖ്യത്തിന് സാധിക്കുമെന്നും സഖ്യത്തിലെ മറ്റു പാർട്ടികൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്ക് ഉറപ്പില്ലെങ്കിലും തിരഞ്ഞെടുപ്പുകളിലെ വോട്ട് ചോർച്ചയെക്കുറിച്ച് തനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിക്ക് തന്റെ സംസ്ഥാനത്തെ വോട്ട് ചോർന്നതിൽ 90% മാത്രമേ സംശയമുള്ളൂ. ഉദ്ധവ് താക്കറെയ്ക്കും തേജസ്വി യാദവിനും 40% സംശയമുണ്ട്. എന്നാൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നുവെന്നതിൽ ആർക്കും സംശയം വേണ്ട എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. RSSന്റെ BJPയുടെ വീക്ഷണങ്ങളോട് കോൺഗ്രസ് വിയോജിക്കുകയാണെന്നും തല വെട്ടേണ്ടി വന്നാലും കോൺഗ്രസ് RSSന് മുന്നിൽ തലകുനിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അതേസമയം ഇതിനെതിരെ MV ഗോവിന്ദനും പിണറായിയും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ മുന്നണി യോഗത്തിലെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് MV ഗോവിന്ദൻ. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം. രാഹുൽ പിണറായിയെ കെട്ടിപ്പിടിക്കേണ്ടെന്നും എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിന് തുരങ്കം വയ്ക്കുന്ന സമീപനം മാറ്റണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. BJPക്കെതിരെ പോരാടാനാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വേട്ടയാടുന്ന BJPക്കെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി യോഗത്തിൽ പറഞ്ഞ കാര്യം കോൺഗ്രസ് തന്നെ പുറത്തുവിട്ട സാഹചര്യത്തിലാണ് ഞങ്ങൾ പ്രതികരിച്ചത്. BJPക്കെതിരായി നിലകൊള്ളുന്ന എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തിയാണ് ഇന്ത്യ സഖ്യം രൂപീകരിച്ചത്. അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് പകരം തുരങ്കം വയ്ക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് DMKയുമായും AAPയുമായെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ടടുത്ത് കോൺഗ്രസ് മാറി നിൽക്കുന്ന സമീപനം അംഗീകരിക്കാനാകില്ല. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചത് നമുക്കറിയാം. അങ്ങനെയുള്ളപ്പോഴാണ് പിണറായിയെ കെട്ടിപ്പിടിക്കില്ലെന്ന് പറയുന്നത്. BJPയെ ചെറുക്കുകയെന്ന ദൗത്യം നിറവേറ്റാൻ പര്യാപ്തമല്ലാത്ത നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് പിണറായി ആലിംഗനം ചെയ്യാനാകില്ല എന്നൊക്കെയുള്ള പ്രതികരണം വരുന്നത്. ഞങ്ങൾക്ക് പിണറായി ആലിംഗനം ചെയ്യുകയെന്ന് വേണ്ട, നയമാണ് പ്രശ്നം, നിലപാടാണ് പ്രശ്നമെന്നും MV ഗോവിന്ദൻ
ഗോവിന്ദൻ വ്യക്തമാക്കി. BJPയുടെ അമിതാധികാര പ്രയോഗം ചെറുക്കുക എന്നതാണ് ഇന്ത്യ മുന്നണി ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരം പ്രതിരോധം ഇല്ലെങ്കിൽ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യം തകരുമെന്ന തിരിച്ചറിവിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് മുന്നണി രൂപീകരിച്ചത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടായി. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനായില്ല. കൂട്ടുകക്ഷി സർക്കാരാണ് വന്നത്. EDയും CBIയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ രാജ്യവ്യാപകമായി പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുകയാണ്. കേരളത്തിൽ CPM നേതാക്കളെ ED വേട്ടയാടുമ്പോൾ എന്തേ അറസ്റ്റ് ചെയ്യാത്തതെന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് ശരിയല്ല. ഇത് രാജ്യത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോഴും KC വേണുഗോപാൽ ഉൾപ്പെടെ രാഹുലിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത് അംഗീകരിക്കാനാവില്ല എന്നും MP ഗോവിന്ദൻ പറഞ്ഞു. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട CPM വിമർശനത്തിനെതിരെ കോൺഗ്രസ് MP KC വേണുഗോപാൽ രംഗത്തെത്തിയിരുന്നു. സ്വന്തം മുഖം വികൃതമായതിന് CPM രാഹുലിനെ അധിക്ഷേപിച്ചിട്ട് കാര്യമില്ലെന്നും മുഖം മോശമായതിന് കണ്ണാടി പൊട്ടിക്കുന്നത് തുല്യമാണിതെന്നുമായിരുന്നു KC വേണുഗോപാലിന്റെ വിമർശനം. കേരളത്തിന് പുറത്ത് CPMന്റെ ആശ്രയം കോൺഗ്രസ് മാത്രമാണെന്നും ദേശീയ തലത്തിൽ പൊതുനിലപാടില്ലാതെ പ്രാദേശിക അജണ്ടകൾ മാത്രം നോക്കുന്ന സങ്കുചിത രാഷ്ട്രീയമാണ് CPM പയറ്റുന്നതെന്നും KC വേണുഗോപാൽ വിമർശിച്ചിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധി നേരിട്ട് കണ്ടാൽ സാധാരണയായി കെട്ടിപ്പിടിക്കാറില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മറുപടി. കൈ കൊടുക്കുന്നതോ വണങ്ങുന്നതോ ആണ് പതിവ്. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം കാണാനിടയായി. മോദിയെ കെട്ടിപ്പിടിക്കുന്നതിൽ എനിക്ക് വ്യക്തിപരമായ ഒരു ആക്ഷേപവുമില്ല. എന്നാൽ ഇത് മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ ചിത്രീകരണമാണ് നൽകുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യ വേദിയെ എങ്ങനെയാണ് വീക്ഷിക്കുന്നതെന്നതിന്റെ തെളിവാണിതെന്നും പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ തനിക്കതിന് കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ പറഞ്ഞിരുന്നു. പിണറായിയുമായി സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയമായ പോരാട്ടമുണ്ട്. അതുകൊണ്ടാണ് തനിക്ക് ഇത്തരത്തിൽ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ സാധിക്കാത്തതെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്ക്. ഇതിനെതിരെയാണ് MP ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല KN ബാലഗോപാലും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിനെ വിശ്വസിച്ച് ഇന്ത്യ മുന്നണിയിൽ നിൽക്കാനാകുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ DMKയോട് കാണിച്ച ചതി ചൂണ്ടിക്കാട്ടിയായിരുന്നു KN ബാലഗോപാലിന്റെ വിമർശനം. ഇരിക്കുന്ന കോപ്പ് മുറിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്നും കോൺഗ്രസിന് രാഷ്ട്രീയ സത്യസന്ധതയില്ല എന്നും മുൻമന്ത്രി KN ബാലഗോപാൽ വിമർശിച്ചു. രാഹുൽ ഗാന്ധി പിണറായി വിജയനെ വാരിപ്പുണരേണ്ട. രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വാരിപ്പുണരാൻ നിന്നു കൊടുക്കുന്ന ആളല്ല പിണറായി. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ തന്നെ വാരിപ്പുണരട്ടെ. അത് നമ്മൾ പാർലമെന്റിൽ കണ്ടതാണെന്നും KN ബാലഗോപാൽ വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.